Bank of Maharashtra. സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് കുറയുന്നു. ഇന്നലെ 67,477 പേരാണ് ദർശനത്തിനെത്തിയത്. മണ്ഡലപൂജയ്ക്ക് മുൻപായ കൂടുതൽ പേർ ദർശനത്തിനെത്താനും സാധ്യതയുണ്ട്. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ പങ്കുവയ്ക്കും. ഉണ്ണി, സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് കുറയുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശനിയാഴ്ച അടക്കം വലിയൊരു തിരക്ക് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ പെട്ടെന്നൊരു തിരക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? മറ്റ് വിശദാംശങ്ങൾ. വൃന്ദ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനത്തെത്തിയത്. 92,000-ഓളം പേർ ദർശനത്തെത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു കുറവുണ്ടാകുന്നു. ഇന്നലെ അവധി ദിവസമായിട്ട് പോലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വഴിയിലെല്ലാം തന്നെ അല്ലെങ്കിൽ വരിയിലെല്ലാം തന്നെ തിരക്ക് ഇല്ലായിരുന്നു എന്നതായിരുന്നു പ്രധാനമായും പറയേണ്ടത്. 67,477 പേരാണ് ഇന്നലെ ഇവിടെ ദർശനത്തിന് എത്തിയത്. ഇന്ന് രാവിലെയും വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒരു തിരക്കുണ്ടായെങ്കിൽ പോലും അത് വലിയ രീതിയിൽ പിന്നീട് അങ്ങ് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ഈ സമയത്തിനുള്ളിൽ ഒരു 30,000-ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 40,000-ഓളം അടുത്ത് ആളുകൾ ദർശനത്തിന് എത്തേണ്ടതാണ്. പക്ഷേ ഒരു 30,000 പോലും ആളുകൾ ഈ സമയം കൊണ്ട് ദർശനം കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ രാവിലത്തെ ഈ ഒരു തിരക്ക് എന്ന് പറയുന്നത് 10 മിനിറ്റ് ഉഷപൂജയുമായി ബന്ധപ്പെട്ട് 10 മിനിറ്റ് നട അടയ്ക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വരിയിലടക്കം വലിയൊരു തിരക്ക് കാണുന്നത്. ആ നട അടയ്ക്കുന്നതിൻ്റെ ഒരു തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ സുഗമമായ രീതിയിൽ അധിക നേരം വരി നിൽക്കാതെ തന്നെ സുഗമമായ രീതിയിൽ ദർശനത്തിന് എത്താൻ കഴിയുമെന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമാണ്. അതോടൊപ്പം തന്നെ ഇനി അവധി ദിവസങ്ങളാണ്, അല്ലെങ്കിൽ വെക്കേഷനാണ് വരുന്നത്. ക്രിസ്മസ് വെക്കേഷനും അതോടൊപ്പം തന്നെ മണ്ഡലപൂജയും കണക്കിലെടുത്ത് കൂടുതൽ ആളുകൾ ദർശനത്തിന് എത്താനുള്ള ഒരു സാധ്യതയും കൂടി സന്നിധാനത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാണെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും 18-ാം പടിയിൽ നേരത്തെ ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെ ആളുകളെ കയറ്റിവിടാനായിരുന്നു പോലീസ് ശ്രമിച്ചിരുന്നത്. എന്നാൽ തിരക്ക് കുറഞ്ഞനുസരിച്ച് 30 മുതൽ 35 വരെ ആളുകളെയാണ് ഒരു മിനിറ്റിൽ കയറ്റിവിടുന്നത്. എന്തായാലും തിരക്ക് വന്നാലും അത് കൃത്യമായ രീതിയിൽ ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സന്നിധാനത്ത് സജ്ജമാണ്. അതോടൊപ്പം തന്നെ പമ്പ മുതൽ സന്നിധാനത്ത് വരെ ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷയും തുടരുകയാണ്. വൃന്ദ, ഉണ്ണി, ഇന്നൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ? മഴ പെയ്താലും ഭക്തരുടെ തിരക്കിന് യാതൊരു കുറവും ഉണ്ടാവാറില്ല. ഈ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? വൃന്ദ, നല്ല കാലാവസ്ഥയാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വലിയ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും ഇടയ്ക്കിൽ ഒരു മഴയൊന്ന് ചാർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വലിയ രീതിയിലൊരു തിരക്കിനെ ബാധിക്കുക അല്ലെങ്കിൽ ദർശനത്തെത്തുന്നവരെ ബാധിക്കുന്ന ഒരു സമീപനമൊന്നും ഉണ്ടായില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥ കണക്കിലെടുത്ത് ആളുകൾ എത്താനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ പോലും ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു തിരക്ക് ഇല്ല എന്നതാണ് ഏറ്റവും നമുക്ക് പ്രകടമാകുന്ന ഒരു കാര്യം. എന്തായാലും ഈ തെളിഞ്ഞ കാലാവസ്ഥയും സുഗമമായ ദർശനത്തിന് അനുകൂലമാണെന്നതും പറയേണ്ടിയിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ കാലാവസ്ഥ തെളിഞ്ഞതുകൊണ്ട്, മഴയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് കൂടുതൽ പേർക്ക് ദർശനത്തിന് എത്താൻ കഴിയുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സന്നിധാനത്ത് കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ്. പുല്ലുമേട് സത്രം വഴി നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. ദൂരമുണ്ടെങ്കിലും വരി നിൽക്കാതെ പടി ചവിട്ടാനാകുമെന്നാണ് തീർത്ഥാടകർ പറയുന്നത്. പൂങ്കെട്ട് കെട്ട് കെട്ടിയ കന്നിസ്വാമി പള്ളിക്കെട്ട്